ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ഒരു കാട്ടിക്ക് പോവാണ്. അപ്പോൾ നമ്മുടെ കൂടെ അമ്മു ചേച്ചി ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പൊ നമുക്ക് സൈക്കിളിൽ കയറിയിട്ട് പോവാ. ഇവള് ഈ സൈക്കിളിലാണ്, ഈ റോസ് സൈക്കിൾ. അപ്പൊ അമ്മ ചേച്ചിയാണ് ഈ നീല വണ്ടി ഓടിക്കുന്നത്. കുഞ്ഞി അതാ അപ്പുറത്തെ റോസ് വണ്ടിയിൽ വരുന്നുണ്ട്. അതെ ഗൈസ്, അപ്പൊ അവള് പിന്നാലത്തിനുണ്ട്. ഞങ്ങളതാ ഫ്രണ്ടിൽ പോവാണ്. സ്റ്റാൻഡ് കയറ്റിയിട്ടില്ല. അപ്പൊ ഞങ്ങൾ സ്റ്റാൻഡ് കയറ്റിയിട്ടില്ല, അതാണ് സോറി. ഞങ്ങൾ ഒരു ആഴത്തിലാണ് സ്റ്റാൻഡ്. അവള് പിന്നാലെ തന്നെ ഉണ്ട് ഗൈസ്. നല്ല കാഴ്ചയാണ് ഗൈസ്. കണ്ടോ കണ്ടോ, കാടാണ്. അവിടെ ഒരു ഷെഡ് വീടും ഉണ്ട് കണ്ടോ. അപ്പൊ നമുക്ക് എത്തിയിട്ട് കണ്ടോ. അപ്പൊ ഗൈസ് അവിടേക്ക് വണ്ടി പോവില്ല, അവിടെ കാടാണ്. ഓഫ് റോഡ് പോകേണ്ടി വരും. ഓഫ് റോഡ് പോയി കഴിഞ്ഞാൽ സൈക്കിൾ അപ്പൊ ഞങ്ങൾ ഇനി നടന്നാണ് പോകുന്നത്. ഇതിൽ കൂടെ ഒരു വഴിയാണ് ഗൈസ് കേട്ടോ. ഏതായാലും വാ പോവാം. എല്ലാവരും എത്തി. നമ്മൾ അവിടെയാണ് ഞങ്ങൾ സൈക്കിൾ പാർക്ക് ചെയ്തത്. നമുക്ക് കുറച്ച് മുകളിലേക്ക് പോവാം. അപ്പൊ ഗൈസ് നല്ല പൊരിഞ്ഞ വെയിലാണ്, അതിലാണ് ഞങ്ങൾ പോകുന്നത്. അമ്മ ചേച്ചി ഹായ് ഗൈസ്. ഹായ് അമ്മ ചേച്ചി കണ്ടോ. എവിടെ അവളതാ വരുന്നുണ്ട് കണ്ടോ. എത്തി. ഇങ്ങനെ പോവുക. ചോക്ലേറ്റ് വേണോ ഗൈസ്? ചോക്ലേറ്റ് വേണോ? ഞങ്ങൾ ചോക്ലേറ്റ് തിന്നാൻ പോകും. കാട് ഞങ്ങൾ കാണിച്ചത് ഇതാ എൻ്റെ മേളിലേക്ക്. ഇതത് കണ്ടോ, ഇതാണ് അമ്പാഴ്. അതാണ് ഞാൻ കാണിച്ചത്. സോറി ഗൈസ്, ഇതാണ് ഗൈസ് അമ്പാഴങ്ങ മരം. ഇതാ ഇത് കണ്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും മുട്ടായി തിന്നുന്നു. പോകുന്നതേ പറ. മുട്ടായിയുടെ കവറ് താഴെ ഇടാൻ പാടില്ല, കാട്ടിലിടാൻ പാടില്ല ഗൈസ്. അപ്പോൾ നമ്മൾ കുഞ്ഞിയുടെ കൈ കൊടുത്തിട്ടുണ്ട് എല്ലാം. നമുക്ക് കുറച്ചും കൂടി മേലെ കയറിയിട്ട് കാണാം. ബൈ. അപ്പോൾ ഗൈസ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കണേ. അപ്പോൾ ഞങ്ങൾ എവിടുത്തെ കാണിച്ചു തരാം. ഞങ്ങൾ അവിടെ തൊട്ട് വരാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ അവിടെ എത്തിയിട്ടല്ലോ. ഇതൊരു ഇറക്കാട് കണ്ടാൽ മനസ്സിലാവും. കണ്ടോ, ഇറക്ക് ഞങ്ങൾ താണ്ടുകയാണ്. അവിടെ എത്തി. എല്ലാവർക്കും ഒപ്പം പോകാൻ, എല്ലാവർക്കും ഒപ്പം കൈപ്പിടിച്ച് പോവുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഗായ്സ് ഞങ്ങളൊരു തീരുമാനമെടുത്തു, ഓട്ട മത്സരം വെച്ചാലോ എന്ന്. ഓക്കെ, അപ്പോൾ ഇവളുടെ കയ്യിൽ ക്യാമറയാണ്, അത് കുഴപ്പമില്ല. റെഡി 1 2 3 സ്റ്റാർട്ട്. ഹലോ ഗായ്സ്, അപ്പോൾ ഞാൻ ഫ്രണ്ടിലോടും ഞാൻ ഫ്രണ്ടിലോടിക്ക. ഞാൻ ജയിച്ചു. ഫസ്റ്റ് സെക്കൻഡ് തേർഡ്. അപ്പോൾ ഗൈസ് കൊച്ചേരി ചേഞ്ച് ചെയ്ത് കിടാൻ പോയി. അപ്പോൾ ഗൈസ് പശു പറഞ്ഞപ്പോൾ ഞാൻ നിന്നു, കാരണം എനിക്ക് പശുവിന് വലിയ പേടിയാണ്. ഒരു കുത്തരം പശു ഇവിടെ ഉണ്ട്. അത് ഇവിടുത്തെ അടുത്ത വീട്ടിലെ മുത്തശ്ശിയുടെ പശുവാണ്. ഇതാ പശുവിൻ്റെ പാടി, ഇതാ പശുവിൻ്റെ കാൽപാദം കണ്ടോ ഗൈസ്. കണ്ടോ, പശുവാണോ പന്നിയാണോ എന്ന് നമുക്കറിയില്ല, കാരണം ഇവിടെ കാടല്ലേ. കരടി ഉണ്ടാവാം, മലമ്പാമ്പ്, എന്തൊക്കെയാണ്. പണ്ട് ഇവിടെ മലമ്പാമ്പ് ഉണ്ടായിരുന്നു എന്നാണ് ആൾക്കാർ പറയുന്നത്. പിന്നെ ഈ കാട്ടിൽ തീ പിടിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്, നമുക്കറിയില്ല. നമ്മളൊന്നും ജനിച്ചിട്ടില്ല. അതിന് അപ്പൊ ഗൈസ് നമ്മളുടെ റബ്ബർ കാട് എത്തിയിട്ടുണ്ട്. ആ കാണുന്ന വീടാണ്, ആ ഷെഡാണ് റബ്ബർ ഇങ്ങനെ ചുറ്റി ഉണ്ടാക്കുന്ന സ്ഥലം, പാലുണ്ടാക്കുന്ന സ്ഥലം. അതാണ് അധികം ആരും ഒന്നും ഇവിടേക്ക് പോവാറില്ല. അപ്പൊ നമ്മൾ വരുമ്പോ ഒരു ഷെഡ് കണ്ടില്ലേ, അവിടെയാണ് ഇപ്പൊ പാലൊക്കെ കാണാൻ. നേരെ അങ്ങോട്ട് പോകും. ഇവിടെ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ വരാം. ഇവിടെ ഞങ്ങള് രാത്രിയല്ല രാവിലെ പിറന്നാളിനൊക്കെ ആവുമ്പോ ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കും. ഇതാ ഇവിടെ ഇരുന്നൊരു ഫോട്ടോ ഒക്കെ എടുക്കും. കണ്ടോ കാണില്ല. കണ്ടോ ഇതാണ് ഷെഡ്. ഇത് ഈ മലകളൊക്കെ മരങ്ങളൊക്കെ ആ ഷെഡ് റബ്ബർ മരങ്ങൾ. ഇതിന്റെ മേലെ വലിയൊരു കാടുണ്ട്. പിന്നെ ഞങ്ങൾ ഇതിന്റെ ഉള്ളിലേക്കൊക്കെ പോയിട്ടുണ്ട്. ഇവിടെ ട്രെയിൻ പോകുന്നതൊക്കെയാണ് പറയുന്നത്.
ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ഭാരതപ്പുഴയുടെ മേലെ കൂടെ പോകുന്ന ട്രെയിനിനെ കാണാൻ പറ്റും ഗൈസ്. പക്ഷെ കുറച്ചും കൂടി ഉള്ളിലേക്ക് പോകണം. കുറച്ചുകൂടി പോയാൽ ഒരു മലയുടെ മേലെ എത്തും ഗൈസ്. വീട് ഗൈസ്. അപ്പൊ ഞാൻ പറഞ്ഞ നമുക്ക് രാത്രി സമയങ്ങളിലും പകൽ സമയങ്ങളിലും ഒക്കെ ട്രെയിനിന്റെ സൗണ്ട് ആക്കാം. പിന്നെ കൊറേ കുറുക്കന്മാരെ കണ്ടിട്ട് ഇനി നമുക്ക് കുറച്ചുകൂടി ദൂരം പോവാ. വെറുതെ ഒരു ദിവസം വേണ്ട. അപ്പൊ ശരി, അമ്മ ചേച്ചി വേണ്ട പറഞ്ഞു. അമ്മ ചേച്ചിക്ക് പേടിയായിട്ടാണ്. അപ്പൊ അമ്മ ചേച്ചി സമ്മതിച്ചിരിക്കുന്നു. അമ്മ ചേച്ചിക്ക് പേടിയില്ല എന്ന് പറഞ്ഞിട്ട് പോവാ പറഞ്ഞു. ഞങ്ങൾക്ക് വഴി കാണിച്ചുതരാം. ഇതാ വഴി കൂടെ പോണു. അപ്പൊ നമ്മൾ വന്നുകൊണ്ടിരുന്ന വഴി ഈ വഴിയാണ്. ഇനി നമ്മൾ പോകുന്ന വഴി ഈ വഴിയാണ്. പേടിപ്പിച്ചാലോ എന്നാണ് അമ്മ ചേച്ചി വടി കരുതുന്നത് നല്ലതാണ് പറഞ്ഞിട്ട്. ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഫ്രണ്ടിന്റെ അച്ഛമ്മയുടെ പശു ഉണ്ടാവും, അതാണ് പറയുന്നത്. അപ്പൊ ഞങ്ങൾ വഴി തിരിച്ചു. കാരണം അവിടേക്ക് പോകണ ഉച്ചയായി. നമുക്ക് ഇനി അയ്യോ വേണ്ട, ആദ്യം ഇറങ്ങാം. അപ്പൊ നമ്മൾ പോവാണ്. ഇതാ സാധനം കണ്ടോ? മാറി അതാ ആ സാധനം കണ്ടോ? ആ സാധനം അതല്ല, അതാ സാധനം. ഈ സാധനം കണ്ടോ? ഞാൻ കൈ കാണിക്കുന്നുണ്ട്. അതാണ് റബ്ബർ പാലാക്കണ സാധനം. കാണിച്ചു തരാം നിങ്ങൾക്ക് ഉറുമ്പുകളെ കാണാനുണ്ടോ? അപ്പൊ ഗൈസ് കുറച്ചു നേരമായി അവള് വീഡിയോ എടുക്കാൻ പറയുന്നത്. അപ്പൊ എനിക്ക് വീഡിയോ എടുക്കാൻ പറഞ്ഞു. അപ്പൊ ഗൈസ് ഇനി നമുക്ക് പോകാം എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ മല രസമുണ്ടോ ഗൈസ്? ഇതിൻ്റെ ഉള്ളിലൊരു സാധനം ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ കമന്റ് ചെയ്യണം. എന്താണ് ആ ചിത്രം നിങ്ങൾ നോക്കണം ഗൈസ്. അപ്പോൾ ഗൈസ് അവൾ എന്താ പറയുന്നത്? ഹലോ ഗൈസ്, ഞാനൊരു വിചിത്രമായ സംഭവം കാണിച്ചതാ. എവിടെ? ഇത് കണ്ടോ? ഇത് നോക്ക്, ഞാൻ കാണിക്കുന്നുണ്ടോ? അത് ഒരു മരത്തിൻ്റെ വേരാണ്. കാണിച്ചിട്ട് കാണുന്നുണ്ടോ? ആ ഓറഞ്ച് സാധനം കാണുന്നുണ്ടോ? അതൊരു മരത്തിൻ്റെ വേരാണ് ഗൈസ്. ഈ മരം എപ്പോഴാണ് ഇടിഞ്ഞു വീഴുമെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ വരുമ്പോൾ ഒരു കാൽപ്പാട് കണ്ടു. നിങ്ങൾ കണ്ടു തെങ്ങിൻ്റെ ഇവിടെയാണെന്ന് പറയണേ. കണ്ടിട്ടേക്ക് കുറുക്കൻ്റെയോ നായയുടെയോ പോലെ ഉണ്ട്. കുറുക്കനോ നായയാണെന്ന് തോന്നുന്നു. പശുവിൻ്റെയും ഉണ്ട്, പന്നിയുടെയും ഉണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് പോകാം. കുറച്ചുകൂടി ദൂരമുണ്ട്. കാടാണ്, ഇവിടെ മൊത്തം കാടാട്ടോ ഗൈസ്. നല്ല വെയിലും ഉണ്ട്. ഗൈസ് അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ മലയൊക്കെ ഉണ്ട് കേട്ടോ. കാണില്ല, കുറച്ചുകൂടി പോകണം ഗൈസ്. ഇവിടെയാണ് മഞ്ചാടി വരയ്ക്കുന്നത്. ഞങ്ങളുടെ മരം മഞ്ചാടി മരം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. മഞ്ചാടിയുടെ മരമാണ്. ഒരു മരം ഇതിലേതാണെന്നില്ല, അതാണ് ഗൈസ്. ഒന്നും നിങ്ങൾക്ക് കാണാൻ ആ ഇതിലൊരു മഞ്ചാടി മരം ഉണ്ട്, അവിടെ ഉണ്ട്. ഞങ്ങളെപ്പോഴും പോകും മഞ്ചാടി പെറുക്കാൻ. അമ്മുച്ചേച്ചി ഉള്ളപ്പോഴാണ് ഞങ്ങൾ കൂടുതൽ പോവുക. പിന്നെ വിറകൊക്കെ പറിക്കാനൊക്കെ ഞങ്ങൾ പോകുന്നതാണ്. ഇടയ്ക്ക് അച്ഛമ്മയുടെ കൂടെ പോകും. അത് നല്ല രസമുണ്ട് ഗൈസ്. ഇതെന്തല്ലേ ഗൈസ്? അല്ല, എന്തോ കണ്ടപ്പോൾ തോന്നി ഇലയാണ്, മൈലാഞ്ചി ഇല പോലെ തോന്നി. അപ്പോൾ ഗൈസ് അപ്പോൾ ഇവിടെ കുറേ കിണറും ഇവിടെ ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കുറേ ഏട്ടന്മാർ അതൊക്കെ മൂടി പോയി, കാട് പിടിച്ചു. അവിടെ കുറച്ചും കൂടി പോകണം അങ്ങോട്ടാട്ടോ. ഇവിടെ അല്ല, അവിടേക്കാണ്. ഇതിൻ്റെ മേലേക്ക് കയറിയ അവരുടെ ഫുട്ബോൾ ക്യാമ്പ് എത്തിയെന്നാണ് തോന്നുന്നത്. എത്തിയത് അതാ അവിടെ ഒരു കയറ്റം കാണാണ്ടോ, അവിടെയാണ് അവരുടെ ഫുട്ബോൾ ക്യാമ്പ്. അങ്ങനെ നമ്മൾ പോവാ ഗൈസ്. അത് നോക്കൂ ഗൈസ്, കാട് ഉണ്ടോ? അയ്യോ. അപ്പോൾ ഗൈസ് ഞാൻ പേടിച്ചു പോയി ഗൈസ്. അവര് പശു എന്ന് പറഞ്ഞപ്പോൾ ഗൈസ്. അപ്പോൾ ഇതാ കാടുകളാണ്, ഇതാ വീട് ഷെഡ്. ഇതാ എല്ലാവരും ബാക്കിൽ വരുന്നുണ്ട്. അമ്മുച്ചേച്ചി എല്ലാവരും അടിച്ചോ? ഞാൻ ആരെ അടിച്ചു വിചാരിച്ചു. എവിടെ ഒന്നിനെ നമുക്ക് കാണിച്ചു. എവിടെ? അതായിരിക്കണോ?
പോയി ഒന്ന് പോയി. മയിലെവിടെ? ആ തേക്ക് മരത്തിന്റെ അവിടെ മയിൽ ഇപ്പൊ നിങ്ങക്ക് കാണില്ല, കാരണം ഞങ്ങൂലും കാണാല്ലേ. എവിടെയാണ് മയിൽ? എവിടെ? എന്താണ് നമ്മുടെ? നമുക്ക് താഴെ എത്തിയിട്ട് കാണാം. നമ്മൾ ഏകദേശം താഴെ എത്തി. ഇത്ര ദൂരമേ ഉള്ളൂ. അതൊരു ഇറക്കാണ്. നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഇനി എന്തെങ്കിലും വിശേഷം? സൈക്കിൾ എത്തിയിട്ട് കാണാം. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും ബൈ ബൈ.